നമസ്കാരം. ഇന്നത്തെ ചെമ്പനീർ പൂവില് ഭയങ്കര നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയായിട്ട് നമ്മുടെ ജയിലിൽ നിന്ന് നമ്മുടെ രവീന്ദ്രനെ പറഞ്ഞു വിട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ അച്ഛന് ഫുഡൊക്കെ വാരി കൊടുക്കുന്ന ദൃശ്യങ്ങളുണ്ട് കേട്ടോ. ജയിലിന് പുറത്തിരുന്ന് ആ ഒരു അഴിക്കുള്ളിലൂടെ നമ്മുടെ ഫുഡൊക്കെ നമ്മുടെ അച്ഛന് വാരി കൊടുക്കുന്ന ദൃശ്യങ്ങൾ. അപ്പൊ ഇതൊക്കെ കണ്ട് നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ട് കരുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ സുധി വീട്ടിലേക്ക് പോകാൻ നമ്മുടെ ചന്ദ്രമതിയെ വിളിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ വീട്ടിലേക്ക്, എനിക്കത് സഹിക്കില്ല, എനിക്കതിന് കഴിയില്ല, അദ്ദേഹം ഇവിടെ ഉള്ളിടത്തോളം ദിവസം ഞാനും ഇവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രയും അവിടെ നിൽക്കുവാണ്. അതിനുശേഷമാണ് വളരെ നിർണായകമായിട്ടുള്ള മുഹൂർത്തം. നമ്മുടെ രേവതി ഫോണിൽ വിളിച്ച് അവസാനം നമ്മുടെ ശ്രീകാന്തിനെ കോളിൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ലോക്കപ്പിലാണ്, നിങ്ങൾ വരാതെ അച്ഛനെ വിട്ടയക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ തപ്പി തടഞ്ഞ് നിൽക്കുക. അയ്യോ വരണോ വരണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ രേവതി ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ മരിച്ചാലെങ്കിലും ഞാൻ ചത്താലെങ്കിലും നീ വരോടാ ദുഷ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അവസാനം സഹികെട്ട് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ശ്രീകാന്ത് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ശ്രീകാന്ത് വർഷയും കൂട്ടി നമ്മുടെ അച്ഛനെ രക്ഷിക്കാൻ ജയിലിൽ എത്തും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അവിടെ വെച്ചായിരിക്കും സത്യാവസ്ഥകൾ എല്ലാവരും അറിയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ, നാളെ ഒരു നിർണായകമായിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.